الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാർ, സൂറത്തുൽ ഫാത്തിഹ ദിക്ർ അങ്ങ് മനസ്സിലാക്കി വന്നോളൂ. അതുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് സൂറത്തുൽ ഫാത്തിഹത്തെ രണ്ടാമത്തെ ആയത്തിലെ വിഷയിക്കർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ ആയത്തിൽ പഠിപ്പാട്ടിയ ദിക്ർ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുന്നത് ഈ ദിക്ർ ഞങ്ങൾ മനസ്സിലാക്കി വന്നത്. അതിൽ അൽഹംദു ചൊന്നെങ്കിന്തരെ ചൊല്ലുന്നതും എങ്ങനെ ഇക്കൊണ്ട് ചൊല്ലുന്നത് ഈ ദിക്ർ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് മനസ്സിലാക്കിയത്. അതിലൊന്നുകൂടി ചൊന്നെങ്കിൽ എല്ലാ സ്തുതിയും അള്ളാഹു കൈത്തിക്കണം, എല്ലാ സ്തുതിയും അള്ളാഹു കൈത്തിക്കർ, എല്ലാ ഹംദും അള്ളാഹുറൊട്ടിಗೆ പിരിസും അതേപോലെ മഹത്വപ്പെടുത്തിയോണ്ട് ഈ ദിക്ർ മഹത്വത്തൊട്ടിക ഈ ദിക്ർ അള്ളാഹു എല്ലാ സ്തുതിയും കൊടുക്കണായത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അൽഹംദുൽ പിന്നെ ഉള്ളതായ ലില്ലാഹി ചൊല്ലുന്നത് ഈ ദിക്ർ അൽഹംദുലില്ലാ. എല്ലാ സ്തുതിയും അള്ളാഹു അർഹിക്കർ ചൊല്ലുമ്പോൾ അവിടെ ലില്ലാഹിയുടെ ലാം കാണാം നമുക്ക്. ചെറിയ ലീ, ആ ലീഗ് ഉലമാക്കന്മാർ പഠിപ്പാട് അല്ലാമുൽ ഇഖ്തിസാസ്, പ്രത്യേകത്തെ അരിപ്പാട്ടങ്ങനത്തെ ലാമ ഇതിക്കണം. ആ ലാമോട് വന്നത് കൂടി എല്ലാം അള്ളാഹു കൈത്തിക്കർ ചൊന്തുള്ള അർത്ഥം കിട്ടും. അൽഹംദു സർവസ്തുതിയും ചൊന്ത് കിട്ടിയത്. ഇനി ആറ് കൈത്തിക്കറത് ലില്ലാഹി, അള്ളാഹു കൈത്തിക്കറത്. അപ്പൊ അള്ളാഹുക്ക് മാത്രം പ്രത്യേകമായ ദൈത്യഗ്രന്ഥ് ഒന്നുകൂടി അർത്ഥം കിട്ടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം പ്രത്യേകമായിട്ടുള്ള ദിക്ർ എല്ലാ ഹംദ് ചൊല്ലുന്നത് അല്ലാമുൽ ഇഖ്തിസാസ് മുഖാന്തരം ഉലമാക്കന്മാർ നമുക്ക് വ്യക്തമായി തരിപ്പാട്ടത് കാണാം. അതൊരൊട്ടിಗೆ മനസ്സിലാക്കുന്ന വിഷയ ദിക്ർ അവിടെ അള്ളാഹ് ചൊല്ലുന്ന പേര് ദിക്ർ നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലേ. അള്ളാഹ് ചൊല്ലുന്ന അള്ളാഹുരെ പേര് ദിക്ർ. അപ്പൊ ഇതിന് മുന്നോളം ഈ സൂറത്തില് ഏകദേശം നിങ്ങൾ അള്ളാഹുരെ പേരൈത്ത് അർ റഹ്മാൻ അർ റഹീം ഉണ്ട് ചൊത്ത് മനസ്സിലാക്കിയ, അള്ളാഹ് ചൊല്ലുന്ന പേരുണ്ട് ചൊത്ത് മനസ്സിലാക്കിയ. അതേപോലെ ഹംദു ചൊല്ലുമ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇസ്മൈത്തിക്കർ ഹമീദ് ചൊല്ലുല്ലേ. അപ്പൊ അൽ ഹമീദ് ചൊല്ലുന്ന പേരും നമുക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ അള്ളാഹ് ചൊല്ലുന്ന പേര് പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ ഇസ്മു റബ്ബിന അസ്സ വജല്ല, ഞങ്ങളെ റബ്ബുരെ പേര് ഇത്തിക്കർ. അള്ളാഹ് ചൊല്ലുന്നത് അൽ ഇലാഹ്, ഇതിനെ ഒട്ടിയാക്കി ചൊല്ലി അള്ളാഹ് ചൊല്ലുന്ന പേര്. അപ്പൊ അള്ളാഹു ചൊല്ലുന്ന പേര് ഞങ്ങളെ റബ്ബുരെ പേര് ഇത്തിക്കറത്ത്. ലാ യുസമ്മാ ബിഹി ഗൈറുഹു, ആ പേര് കൊണ്ട് ഒരാളും വിളിക്കുകയില്ല. അള്ളാഹ് ചൊല്ലുന്ന പേര് വെച്ചിട്ട് ഒരാളെ വിളിക്കുകയില്ല. അത് ഇളാഫത്തായിട്ട് വിളിക്കുന്ന അബ്ദുല്ലാ, അള്ളാഹുര അടിമയിത്തിക്കറത്ത്. അള്ളാഹ് ചൊല്ല് വിളിക്കുകയില്ല. അള്ളാഹുക്ക് ചേർപ്പാട്ടി തങ്ങ് വിളിക്ക അബ്ദുല്ലാ, അള്ളാഹുര അടിമയിത്തിക്കറാന്ത്. അയങ്ക അള്ളാഹ് ചൊല്ലുന്ന പേര് റബ്ബുകല്ലാന്ത് വേറെ ആരെ വിളിക്കുകയില്ല. കാരണം അതിന്റെ അർത്ഥം അങ്ങനെ ഇത്തിക്കർ വമഅനാഹു അൽ മഅലൂ, ആരാധനക്ക് അർഹപ്പെട്ടവനെ ഇത്തിക്കറാന്ത്. ഐ അൽ മഅബൂദു ഹബ്ബൻ വ തഅലീമ, മഹത്വപ്പെടുത്തിയതും അതേപോലെ പെരുസത്തോടു കൂടിയും അള്ളാഹ്. ആ പേര് വേറെ ആർക്കും ഇല്ല, വേറെ ആർക്കും വെക്കുകയില്ല. അത് അള്ളാഹുരെ മാത്ര പേര് ഇത്തിക്കർ ചൊത്ത് മനസ്സിലാക്കുക. അപ്പോൾ അൽഹംദുലില്ലാഹ് ചൊല്ലുന്ന ഈ പേരോട് കൂടിയും ഈ ആയത്തിൽ ഈ ഭാഗത്തോടു കൂടിയും നിങ്ങൾക്ക് മനസ്സിലാക്കൂല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തിക്കറ ഇലാഹ് ചൊല്ല് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പൊടിയേറ്റ്. രണ്ടാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ദിക്ർ ചൊല്ലുപടിയത്. മൂന്നാമത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എല്ലാ സ്തുതിക്കും അർഹപ്പെട്ടവൻ ചൊല്ലുപടിയത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കും സിഫത്തും പേരും അസ്മാവും ഉണ്ട് ചൊല്ലുന്നത് നിങ്ങൾക്ക് പഠിയത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദാത്ത് ഉണ്ട് ചൊല്ലുപടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഫിഅൽ പ്രവൃത്തി ഉണ്ട് ചൊല്ലുപടിയത്. അൽഹംദു ചൊല്ലുമ്പോൾ ഇത്തരമുള്ള വിഷയം കിട്ടുന്നത് അതൊന്നുകൂടി ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കുമ്പോൾ അത് വ്യക്തമാവും എന്ത് ചൊല്ലുന്നത്. എന്നിട്ട് പിന്നെ നിങ്ങൾ ചൊല്ല റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ. ഈ റബ്ബുൽ ആലമീൻ ചൊല്ലുന്നത് മനസ്സിലാക്കും. റബ്ബ് ഇതിക്രന്ത് റബ്ബു ചൊല്ലുമ്പത്തേക്ക് ആ റബ്ബു ചൊല്ലുന്ന പേരിലൊട്ടിയ പ്രത്യേകമായിട്ടും മനസ്സിലാക്കുന്ന വിഷയമുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലി കാണാം ഹുവ മൻ ഇജ്തമഅ ഫീഹി സലാസതു ഔസാഫിൻ. റബ്ബു ചൊല്ലുന്ന ആർപടിയുണ്ട് മൂന്ന് പ്രത്യേകമായിട്ടുള്ള സിഫത്ത് ഉൾക്കൊള്ളുന്നതാണ് ഇതിക്രാന്ത്. മൂന്ന് പ്രത്യേകമായിട്ടുള്ള സിഫത്ത് അർ റബ്ബ് ചൊല്ലുന്നതിലുണ്ട്. ഏതായിത്തിക്കറൊന്നു അൽ ഖാലിഖ്, അൽ മാലിക്,
അൽ മുദബ്ബിർ. ഇത് മൂന്ന് സിഫത്ത് ഒട്ടിക്കൊല്ലത് ഇതിക്കറ് അർ റബ്ബ് ചൊല്ലുന്നത്. അപ്പൊ അർത്ഥം വെക്കുമ്പോ അങ്ങനെ വെക്കണോ? അതുകൊണ്ട് ഇതിക്കറ് ട്രാൻസ്ലേഷൻ ഒരു ട്രാൻസ്ലേഷനും പൂർണ്ണമല്ല ചൊല്ല് അള്ളാഹുര ഖുർആന്റെ. അതുകൊണ്ട് തങ്ങ ഇത് കന്നഡ ആവട്ടെ ഇംഗ്ലീഷ് ആവട്ടെ ഏതിനും തങ്ങ ഷാഫു ചൊല്ലുക. അതിലെ ട്രാൻസ്ലേഷൻ ചൊല്ലു, ഖുർആാനും ചൊല്ലില്ല. കന്നഡ ഇങ്ങനെ ട്രാൻസ്ലേഷൻ എടുത്ത് കാട്ടിത്ത ഇതാ ഖുർആൻ പടി ചൊല്ലല്ല. ഖുർആന്റെ ട്രാൻസ്ലേഷൻ അർത്ഥ അനുവാദ പടി ഖുർആനല്ല. ഖുർആന്റെ പരിപൂർണമൈത്തുള്ളത് അതിൽ നിന്ന് കിട്ടുകയില്ല ഈ കന്നഡത്തിൽ നിന്ന്. ഖുർആൻ ഞാൻ അപ്പുറത്തെ ഖുർആന്റെ ആയത്ത് ഇന്നെങ്കും സമ ഇപ്പുറത്തെ ട്രാൻസ്ലേഷൻ നോക്കിയത് ഇതും നേർക്ക് നേരെ അർത്ഥം ചൊന്ന് വിചാരിച്ചു പോയിരണ്ട. ഖുർആന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം ചൊന്ന് വിചാരിക്കണ്ട, പരിപൂർണമായിട്ട് അർത്ഥാക്കോ സാധ്യല്ല. ഇപ്പൊ റബ്ബു ചൊല്ലുള്ളതിരെ ഇനി ബ്രാക്കറ്റ് ചൊമ്മേ പോറും. അങ്ങനെ മലയാളത്തിൽ പല തഫ്സീർ ഗ്രന്ഥത്തിൽ കാണുന്ന ചൊത്ത് ഇതിക്ക് പിടിയെ മാനമൂല്യ ഗ്രന്ഥങ്ങളല്ല അങ്ങനത്തെ ബ്രാക്കറ്റ് ആറ് ഗ്രന്ഥ ഞങ്ങൾ ധരിച്ച് ബ്രാക്കറ്റ് ആറിയെന്നെങ്കിൽ ഈല പൽക്കാന്ത്. സത്യത്തിൽ അങ്ങനല്ല. ബ്രാക്കറ്റ് ആരെന്ന് ചിലപ്പോ എന്താ ഇത്തിക്കൂ, എല്ലാ സന്ദർഭത്തിലല്ല. അങ്ങനെ അർത്ഥയാറ് എങ്ങനെ ഇത്തിക്കൂ ബ്രാക്കറ്റ് ആറിക്കും മനസ്സിലാവുന്നേ ഇതില് അർത്ഥ അത്ര വിശാലമുണ്ട്. അതിൽ എല്ലാം എഴുതുക സാധ്യല്ല. അത് ബ്രാക്കറ്റ് ബാധി എഴുതി വിട്ടു. ഇപ്പൊ റബ്ബ് ചൊല്ലുമ്പോ പ്രഭു അങ്ങനെ പല അർത്ഥത്തിലുള്ള കൊടുക്കുറെ കാണാം. ആയങ്ങ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കൂല എന്തേ റബ്ബു ചൊല്ലുമ്പോ ഖാലിഖ്, മാലിക്, മുദബ്ബിർ. ഖാലിഖ് ലോകത്തെല്ലാരും സൃഷ്ടിച്ചവണ ഇത്തിക്കറെ ഖാലിഖ് സൃഷ്ടികർത്ത. മാലിക് മാലിക് ഇത്തിക്കറ എല്ലാരും മാലിക് ഇത്തിക്കറ ഇಡೀ ലോകത്തെല്ലാത്തിനും മാലിക് ഇത്തിക്കറ അല്ല. മുദബ്ബിർ നിയന്ത്രാക്രമണ ഇത്തിക്കറ നിയന്ത്രിക്രമണ ഇത്തിക്കറ കൺട്രോളർ ഇത്തിക്കറ. ഇത് മൂന്നര ഒട്ടിಗೆ കൂടിದ ഇത്തിക്കറ റബ്ബു ചൊല്ലുന്നത്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്ന വിഷയത്തിക്കറപ്പത്. അപ്പൊ റബ്ബ് ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തിക്കറാത്ത്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ചൊല്ലുന്നത് കാണാം, ഫഹുവൽ ഖാലിഖുൽ മാലിക് ലികുല്ലി ഷൈഇൻ, എല്ലാത്തിനും ഖാലിഖും മാലിക്കും അല്ലാഹു ഇത്തിക്കറ. അൽ മുദബ്ബിറു ലിജമീഇൽ ഉമൂർ, എല്ലാ വിഷയത്തും കൺട്രോൾ ആക്കണോ അല്ലാഹു ഇത്തിക്കറാത്ത്. എല്ലാ വിഷയത്തും കൺട്രോൾ ആക്കറെ അല്ലാഹു ഇത്തിക്കറാത്ത്. ഈ മുദബ്ബിർ ചൊല്ലുല്ലേ സിഫത്തറെ ഇത്തിക്കറെ. ഈ മുദബ്ബിർ ചൊല്ലുല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലരെ ഈ ഒരു സിഫത്തറെ ആൽമാർ എന്താക്കിയാറ് ചില വർഷം മുന്നോളം മറിച്ചു പോയതായ വ്യക്തിമാർക്ക് കൊടുത്താറ്. അങ്ങ ഔലിയത്ത് കാണ്ടതേറ്റിക്കും CM ചൊന്നൊരു വ്യക്തിയെ ചൊന്നാറ് ലോകത്തെ നിയന്ത്രണാക്കർ ചൊന്നു. ചില ആൾമാർ ചൊന്നാറ് ലോകത്തെ നിയന്ത്രണാക്കർ ചൊല്ലണ്ട, മലപ്പുറം ചൊത്തുള്ള ഒരു ജില്ലരെ മാത്രം നിയന്ത്രണാക്കർ കൺട്രോൾ ആക്കർ. ആ വ്യക്തി ആവട്ടും മരിക്കുന്ന സന്ദർഭത്തിൽ സ്വന്തത്തെ നിയന്ത്രണാക്കോ സാധിച്ചിട്ടില്ല. മലക്കൽ മൗത്തിൽ നിന്ന് കൺട്രോൾ ആക്കോ സാധിക്കാത്ത വ്യക്തി ലോകത്തെ നിയന്ത്രണാക്കർ ചൊന്തേറ്റിക്കറങ്ങ് ചൊന്നുള്ളൂ. ആ വ്യക്തിക്ക് പനി വന്നപ്പ സ്വന്തത്തെ രോഗത്തെ സമാക്കുവായിട്ട് സാധിച്ചിട്ടില്ല, പനി ബറാത്തവനാക്കുകയും സാധിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തിമാരെ നിയന്ത്രണാക്കരെ അള്ളാഹുക്ക് അങ്ങ് നേരെ താരതമ്യാക്കിയുള്ള റുബൂബിയത്തിലേക്ക് ഷിർക്ക് വന്നോത്തില്ല. ഷിർക്ക് വന്നോത്തുണ്ട് അങ്ങ് പിടിയായത്തില്ലേ അല്ല ബേന് ചൊന്താക്കിയല്ലോ ചൊന്ന മനസ്സിലായത്തില്ല. അയങ്ങ നങ്ങ മനസ്സിലാക്കണു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിഫത്തും ഒരാൾക്ക് നങ്ങ് കൊടുക്കണ്ട. അപ്പൊ അങ്ങ് ആയത്തോതിരെ കാണാം. ഖുർആന്റെ ആയത്ത് സൂറത്ത് നാസിയാത്തിൽ ആയത്തോതിരെ ഫൽ മുദബ്ബിറാത്തി അംറ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുമാരുടെ വിഷയത്തിൽ ചൊന്നില്ലേ മലക്കുമാർ പല വിഷയത്തിലും കൺട്രോൾ ആക്കാൻ ഇത്തിക്കറാറ് ഇങ്ങനത്തെ ശക്തി ഉണ്ട് ചൊന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുമാർക്ക് ഡ്യൂട്ടി കൊടുത്തറ. ആ ഡ്യൂട്ടി അങ്ങനെ കൺട്രോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് എന്തായെങ്കിൽ അതും അള്ളാഹു ഇതിനെ കൊണ്ട് പെർമിഷൻ കൊണ്ട് മാത്രം നടക്കും. അയങ്ങ ചില മലക്ക് ഉദാഹരണക്ക് മലപറപ്പാട്ട മലക്ക് നാലില് പിന്നെ മലനിപ്പാട്ട് ബർപ്പാട്ട് ഡ്യൂട്ടി വിട്ടുത്തു വേറെ ഒരു ഡ്യൂട്ടി എടുക്കോ സാധ്യത ഉണ്ടാ ഇല്ല. അതിന്റെ കൺട്രോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് അവിടെ ഒതുങ്ങി തേക്കോ അപ്പുറം പോകില്ല. അതെങ്കിൽ വേറെ ഒരു മലക്കുൽ മൗത്ത് നക്ക് ഈ ആൾമാരെ മൗത്ത് ഇത് റൂഹ് എടുത്ത് വെച്ചത് ഞാൻ ഇനി വേറെ ഡ്യൂട്ടിക്ക് പോണ്ട അവറ ഇല്ല. അങ്ങനെ കൺട്രോൾ ഉണ്ടാ സ്വന്തം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുത്തറ അത് മാത്രം എത്തിക്കണം. അത്ര വിശാലമായിട്ട് സൂറത്ത് നാസിയാത്തിൽ എത്തിയപ്പോ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കൂല്ലേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിക്ക് സ്തുതി ചൊന്നാൽ പിന്നെ ആ റബ്ബാറ് ചൊന്തരിപ്പാട്ട് അത് ഇതിക്ക് റബ്ബിൽ ആലമീൻ, ആലമീന്റെ റബ്ബ് ഇതിക്കറത് എന്താ ഇതിക്കറ ആലമീൻ അത് മനസ്സിലാക്കണമെന്നുള്ളൂ. ഈ റബ്ബ് ചൊന്തുള്ളതിന് ഒന്നുകൂടി ഇമാം തബരി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. എന്തേ റബ്ബ് ചൊന്നിങ്ങാറ് ഒരു സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള വിഷയം ആവശ്യത്തെ സന്ദർഭത്തിൽ, അതായത് ഏതും സന്ദർഭത്തിലായിട്ട് ആവശ്യം വേണ്ടി ആ സന്ദർഭത്തിൽ ആവശ്യമായിട്ടുള്ളത് ആവശ്യത്തെ സന്ദർഭത്തില് ആവശ്യത്തിന് ബേന്മ എത്ര പടിപടിയായിട്ട് കൊടുത്തു അങ്ങനെ പൂർണ്ണതയ്ക്ക് എത്തുപാട്ടോണ റബ്ബൂന്ന്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യക്ക് ആവശ്യത്തിന് ബേന്മായത്
എന്താവശ്യത്തിന് വേണം അത് ആവശ്യത്തിന് വേണമായ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അതേപോലെ എത്ര വേണം അത്ര കൊടുത്തത് പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോ ബൽക്കര ബലയിരകത്ത് ജീവി ചെയ്ത് ചെന്നത് മനുഷ്യ മാത്രം എത്തിക്കണം സ്ലോ ഭാരി സ്ലോ എത്തിക്കണം ബാക്കി നിങ്ങളല്ല ನಾನು ಸುತ್ತಮುತ್ತಲ ನಾಯಿ ಹುಚ್ಚ ಇದೆಲ್ಲ ಬೇಗ ಬೇಗ ಬೆಲ್ಲೆ ಇದ್ದು ಮನುಷ್ಯ ಎಂತಲ್ಲ ಸ್ಲೋ ಐತಿಕ್ರ അവിടെ മനസ്സിലാക്കില്ലേ പ്രത്യേകമായിട്ടുള്ള വിഷയം എത്തിക്കർ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടിപടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എത്തിക്കർ ബെല്ലാക്കിയൊന്നുമില്ല ഒറ്റയടികളല്ല ചെറിയ കിടാവുക ബിരിയാണി കൊടുക്കാൻ സാധ്യമില്ല അവിടെ എന്ത് ആവശ്യമുണ്ടാ അത് മാത്രം കൊടുക്കണം അതിന്റെ വ്യവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുത്താൽ അതേപോലെ ഓരോ ഘട്ടഘട്ടമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എത്തിക്കർ മനുഷ്യന്മാരെ ബെല്ലാക്കിയൊന്നുമില്ല അതിനെ മാത്രം മനസ്സിലാക്കി മയ്യോ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തന്ന എത്ര തൗഫീഖ് എത്തിക്കർ നിഅമത്തുല്ലേ ചൊത്തുള്ളത് മനസ്സിലാക്കാം അതേപോലെ നെക്സ്റ്റ് മനസ്സിലാക്കുന്നത് ആലമീൻ ചൊത്തുള്ളത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചൊല്ലിക്കാണ് വകുല്ലു മാ സിവല്ലാഹി ആലമുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടെങ്കിൽ എല്ലാം ആലമൈതിക്കർ അപ്പൊ ഭൂമി ലോകത്തുള്ള എല്ലാം ആലം ചൊത്തുള്ള പരിധിയിൽ ആലം ചൊന്നെങ്കിൽ ലോക ചൊത്തുള്ള അർത്ഥത്തിൽ ഉണ്ട് ഒരു ലോകത്ത് ആലമീൻ ചൊല്ലുമ്പോ ചൊമ്മേന്ത് സിംഗുലർ അതേപോലെ അറബിയിൽ ഡ്യുവൽ ചൊത്തൊരു ഫോം ഉണ്ട് ജണ്ടര സൂചനാക്കര ആലം ചൊന്നെങ്കിൽ ഒരു ലോക ಅಂತಾയെങ്കിൽ ആലമാനി രണ്ട് ലോക ആലമൂന അല്ല ആലമീന ചൊമ്മ ലോക അപ്പൊ എത്ര ഉണ്ട് പെടുത്ത് കിട്ടില്ല എത്ര ബെല്ലെ അള്ളാഹു ഒരു ദുനിയാവും അതിന് മനസ്സിലാക്കുന്ന ഒരു ചെറിയൊരു ഹദീസ് ഉണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സ്വഹാബിമാർട്ടിക്ക് ചൊന്തു ആകാശത്തും ഭൂമി രണ്ടുള്ള ദൂരം എത്ര നിങ്ങൾക്ക് പിടിയുണ്ടാകും സ്വഹാബിമാർ ചെന്ന് നിങ്ങൾക്ക് പിടിയില്ല റസൂലെ അള്ളാഹു റസൂൽ ആലം അള്ളാഹുക്കും റസൂൽക്ക് പിടി എത്തിക്കർ അള്ളാഹുക്കും റസൂൽക്ക് പിടി ചെല്ലുമ്പോ ഈ ചൊല്ലുടെ പൽക്കം നിങ്ങൾ ഒരു അരിയണായ ഒരു ഇൽമൈത്തിക്കർ അതായത് അള്ളാഹു ആലം ചൊല്ല അള്ളാഹു റസൂൽ ആലം ചൊല്ല എപ്പ ഇത് അള്ളാഹുക്കും റസൂലും പിടി ചൊല്ലതും അള്ളാഹുക്കും മാത്രം പിടി ചൊല്ലതപ്പ ദീന്റെ വിഷയം എന്തായെങ്കിൽ അള്ളാഹു റസൂലു അലം ചൊല്ല ശ്രദ്ധിച്ചു കേൾക്കും ദീന്റെ വിഷയം അള്ളാഹു റസൂലു അലം ചൊല്ല ദുനിയാവൊരു വിഷയം എന്തായെങ്കിൽ അള്ളാഹു അലം മാത്രം ചൊല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിയില്ല ആലം ചെന്ന് പിടിയുണ്ടോ എല്ലാം യാർ അറിഞ്ഞോണു അപ്പൊ ദീന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഇൽമു കൊടുത്തു അതേ റസൂൽ കരിപ്പാട്ടിയത് അള്ളാഹു റസൂൽ അലം ദുനിയാവൊരു ബാക്കി എന്ത് വിഷയം തയങ്ങി ചൊല്ലണു അള്ളാഹു അലം അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിക്ക് സ്വഹാബിമാർ ചൊന്നാർ അള്ളാഹു റസൂൽ അലം അള്ളാഹുക്കും റസൂൽക്ക് ഇത്തിക്കർ പടി നിങ്ങൾക്ക് പടിയില്ല അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊത്തു ആകാശത്തും ഒന്നാമത്തെ ആകാശത്തും ഭൂമിയിലുള്ള ദൂര 500 വർഷം ഇത്തിക്കർ 500 വർഷം യാത്രാക്കും ഉള്ളതിൽ ഹൈഫൈ വെഹിക്കൽ ഏതുകൊണ്ട് അത് വെച്ചിട്ട് 500 വർഷം പോയി എന്തായി ഒന്നാമത്തെ ആകാശത്ത് ഇതിന് പിന്നെ ചൊല്ല റസൂൽ ഒന്നിൽ നിന്ന് ജണ്ടുക എത്ര കൊന്നുണ്ടാ അപ്പൊ സ്വാമിനെ അപ്പം പടിയില്ല അപ്പൊ ഒന്നിൽ നിന്ന് ജണ്ടുകും 500 വർഷം ജണ്ടിൽ നിന്ന് 3 കഞ്ഞൂറ് 3 നിന്ന് 4 കഞ്ഞൂറ് 4 നിന്ന് 5 500 5 നിന്ന് 6 6 നിന്ന് 7 ഇങ്ങനെ 7 പിന്നെ തന്നുണ്ട് ആ തണ്ണീരെ കീഴ്ഭാഗത്തിൽ നിന്ന് മേൽഭാഗത്ത് എത്തണമെന്നായെങ്കിൽ 500 വർഷം യാത്രാക്കും അതിൽ പിന്നെ ഇതിക്കർ അള്ളാഹുരെ കുർസിയുള്ളേ അള്ളാഹുരെ കുർസിയുടെ വിഷയത്തിൽ അങ്ങനെ ചൊല്ലേ വസിയ കുർസിയു സമാവാതി വൽ അർദ് ആയത്തുൽ കുർസി ഓതില്ലേ അപ്പൊ ആകാശം ഭൂമിയെ കാട്ടി വിശാലത ഇതിക്കർ അള്ളാഹുരെ കുർസി അപ്പൊ ഭൂമിയിലുള്ള ഈ 7 ആകാശം എല്ലാം ഒട്ടി വെച്ചെങ്കിൽ ആ കുർസിക്ക് എങ്ങനെ അവർ കുന്തണ്ടാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചൊല്ലി കാണാം ഒരു 4 ഭാഗത്തിൽ നിങ്ങൾ നോക്കുമ്പോ ഈ പൊയ്യ മാത്രം കണ്ടു വിചാരിക്കും മറുഭൂമി അഞ്ഞം നോക്കുമ്പോ ഇഞ്ഞ നോക്കുമ്പോ ഏത് ജാഗയിൽ നോക്കുമ്പോ പൊയ്യ മാത്രം കാണും ആ ജാഗത്ത് കുമ്പോ തങ്ങൾ ഈ മാതർത്തെ കുമ്പോ ഇതിങ്ങനെ ഇട്ടേൻ തയങ്ങുന്ന ഒരു വലിയ വിഷയമാണ് റസൂൽ ചൊല്ലി ഈ മാതർ ഇത്തിക്കർ ഈ 7 ഭൂമി ആകാശമുള്ള ആ മറുഭൂമി ഇത്തിക്കർ അള്ളാഹുരെ കുർസി ഈ മറുഭൂമി ഇത്തിക്കർ അള്ളാഹുരെ കുർസി എന്നിട്ട് പിന്നെ ചൊല്ലി അർശിന് വ്യത്യാസം എത്ര കൂടി ഉണ്ട് അള്ളാഹു അർഷ് അള്ളാഹു അർശിന് മേലെ ഇത്തിക്കർ റഹ്മാനു അലൽ അർശി ഇസ്തവ അർശിന് മേലെ ഇത്തിക്കർ നിങ്ങളെ റബ്ബൈത്തുൽ അള്ളാഹു ഉള്ളത് ആ അർശിന് സൈസ് എത്ര കൂടി ഉണ്ടാ ഈ മാതർത്തെ സൈസ് ഇത്തിക്കർ ഈ കുർസി ആവർന്നു ഏതൊക്കെ നോക്കിയെങ്കിൽ അർഷക്ക് കമ്പയർ ആക്കി അപ്പൊ അർഷ എത്ര വലിയ കണ്ട അങ്ങനെ എന്തെങ്കിലും അള്ളാഹു എത്ര വലിയ കണ്ട അത്ര വലിയ അള്ളാഹു ഞങ്ങൾക്ക് ഒരു ഹിദായത്ത് തന്ന ഞങ്ങൾക്ക് റിസ്ക് തന്നോല്ല ഞങ്ങൾക്ക് ഒരു തൗഫീഖ് തന്നോല്ല ഞങ്ങളെ പിർസാക്കിയുള്ള ചെല്ലുമ്പോ ഞങ്ങൾ ചിന്തിക്കണം ഞങ്ങൾ സുജീതിട്ടതായ ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഈ സ്വഭയിച്ച് സുജീതിട്ടത് ഇത്ര വലിയ ഖാലി കൈത്തുല്ലേ റബ്ബ് കൈത്തിക്ക് ഞങ്ങൾ സുജീതിട്ടത് അൽഹംദുലില്ലാ അതൊക്കെ തൗഫീഖ് അള്ളാഹു തന്നതിക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് അള്ളാഹു സ്തുതിക്കണം അത്ര വലിയ വിഷയത്തിക്ക് അപ്പൊ അത് ഇത്തിക്കർ പ്രത്യേകമായിട്ട് മനസ്സിലാക്കൂല്ലേ അത്ര വലിയ റബ്ബൈത്തുല്ലേ ആ റബ്ബ് ഇത്തിക്കർ ഞങ്ങ മനസ്സിലാക്കിയിട്ടുള്ളതും ഞങ്ങ ഞങ്ങ ഇബാദത്തെടുത്തുള്ളതും അപ്പൊ ഇവിടെ വല്ലാഹു ആലം ലോകത്തുള്ള എല്ലാം അള്ളാഹുരെ വിട്ടെങ്കിൽ ബാക്കി എല്ലാം ആലം ചെന്നെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഫഫീ കുല്ലി ഷൈഇൻ മിനൽ മഖ്ലൂഖാത്തി ആയത്തുൻ തദുല്ലു അലൽ ഖാലിഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ സൃഷ്ടിമാരിലും അള്ളാഹുരെ ഖുദ്റത്തിനെ അരിപ്പാട്ട്
ഒന്നാമത്തേത് അലാ ഖുദ്റതിഹി വഹിക്മതിഹി വറഹ്മതിഹി വഇസ്സതിഹി വഗൈരി ദാലിക മിൻ മആനി റുബൂബിയ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്തിൽ അരിപ്പാട്ടതായ ഖുദ്റത്തും ഇസ്സത്തും ഇതെല്ലാം മനുഷ്യന്മാരും ഈ സൃഷ്ടിയെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടിയാവുന്നു. ഉദാഹരണക്ക് ആകാശത്തെ ഒരു പില്ലർ ഇല്ലാത്ത അല്ലാഹു സൃഷ്ടിച്ചതല്ലേ, ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണില്ലേ പില്ലർ ഉണ്ടാ. അങ്ങനെ ക്രിസ്ത്യനങ്ങളെ ബൈബിളിൽ കാണാം പില്ലർ ഉണ്ട് ചൊത്തു. അല്ലാഹു പില്ലർ വെച്ചിരാൻ അങ്ങ് കാണാൻ പിടിയില്ല. ഏതെങ്കിലും ഒരു മൂലയിൽ പില്ലറി കൊന്തു ഇതിരെ ഇല്ലെങ്കിൽ ഇത് പൂലല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കരെ ബിഗൈരി അമദിൻ തറൗനഹാ, നിങ്ങൾക്ക് കാണില്ലേ ഒരു പില്ലറിനെ ഉണ്ടാ. ഈ ആകാശത്ത് ഒരു പില്ലർ കൊണ്ട് അല്ലാഹു വെച്ചിരുന്നു റബ്ബ് സുബ്ഹാനഹു വ തആല കേൾക്കരെ. അപ്പൊ ഒന്നുമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടിയിൽ നോക്കുമ്പോൾ പിടിയാവില്ല നിങ്ങൾക്ക് എത്ര ബെല്ലൈത്തിക്കറ് ചൊത്തു. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണ വിഷയത്തിക്കറ്. അതേപോലെ റബ്ബുൽ ആലമീൻ ചൊല്ലുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുന്നത് ലോകത്തെ റബ്ബൈത്തിക്കർ. അങ്ങനെ ലോകത്തെ റബ്ബ് ചൊന്തു ഫിറഔൻ പോലും വാദിച്ചിട്ടില്ല. ഫിറൗൻ ചൊന്നാണ് ഈജിപ്റ്റ് റബ്ബൈത്തിക്കറാന്ത്, ഈജിപ്റ്റ് നല്ലതൈത്തിക്കറന്ത്. ഇൻഷാ അല്ലാഹ് സൂറത്ത് നാസിയാത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ടും അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതൈത്തിക്കറ് പ്രത്യേകമായിട്ടും ഞങ്ങൾ അറിയകൊല്ലതായ വിഷയം. അപ്പൊ ഒരു വ്യക്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുമ്പോ അവിടെ അർത്ഥപണ്ഡിതരെ ചൊത്ത് ഒന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊല്ലുമ്പോ അവിടെ മനസ്സിലാക്കുന്നത് സർവ്വലോകത്തെ അതോടത്ത് കിട്ടിയ ആലമീൻ സർവ്വലോകത്തും റബ്ബ്. ആ റബ്ബ് അർത്ഥം എന്താ ചൊന്നേ, റബ്ബ് ചെല്ലുമ്പോ ഖാലിഖ് മാലിക് മുദബ്ബിർ. അപ്പൊ സർവ്വലോകത്തെ ഖാലിഖായ മാലിക്കായ അതേപോലെ മുദബ്ബിറൈത്തുല്ലേ നേറൈത്തുല്ല ഇബാദത്ത് അർഹപ്പെട്ടവൻ. അതായത് അൽ ഇലാഹ് അല്ലാഹു ചൊല്ലുന്ന പേരുടെ അർത്ഥം നേറൈത്തുല്ലേ യഥാർത്ഥമായിട്ട് ഇബാദത്ത് അർഹപ്പെട്ടവനൈത്തുല്ലേ ആ അള്ളാഹു ഗൈതിക്കറ് സർവസ്തുതിയും. എങ്ങനെ സർവസ്തുതി പിരിസത്തിലും അള്ളാഹുരെ മഹത്വപ്പെടുത്തിയെന്നാണ് അള്ളാഹുക്ക് മാത്രം ചൊത്ത് അംഗീകരിക്കുക. അത്ര വലിയ അർത്ഥം. ഇങ്ങനെ ട്രാൻസ്ലേഷനിൽ എന്തോ സാധ്യമുണ്ട ഇത്ര എന്തോ ആവാ ഇല്ല. അപ്പൊ ചിലപ്പോ ബ്രാക്കറ്റ് ഇടുവാറ്, ചിലപ്പോ പൂർണ്ണമായിട്ട് വരില്ല, ചിലപ്പോ അതിന് ഫുട് നോട്ടിൽ കൊടുക്കുവാറ്. അപ്പൊ ഇങ്ങനെ എത്തിക്കറ അർത്ഥമില്ല. അപ്പൊ ഈ ഖുർആൻ നിങ്ങൾക്ക് അർത്ഥം കൊണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് എത്തിക്കറ് ഇങ്ങനെ ക്ലാസ് ലഭിച്ചു. അതുകൊണ്ട് എത്തിക്കറ് കിതാബ് അല്ലെങ്കിൽ നീണ്ടു പോണ്ടത് ഉലമാക്കന്മാർ ചില കിതാബ് ചുമ്മാ വെല്ല എത്തിക്കറ്. ഇപ്പൊ തഫ്സീർ ഇബ്നു തബരി അത് എത്തിക്കറ് ഒന്നാമത്തെ ഗ്രന്ഥരൂപത്തിൽ വന്നതായ കിതാബ്. ഖുർആന്റെ തഫ്സീറിന് ആദ്യമായിട്ട് ഗ്രന്ഥരൂപത്തിൽ വന്നതായ ബുക്ക് ചെന്നെങ്കിൽ ഇമാം തബരിയുടെ കിതാബ് എത്തിക്കറ്. അതിൽ നിന്ന് ചില ഷോർട്ട് ആക്കിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം എടുത്ത് വെച്ച് എത്തിക്കറ് തഫ്സീർ ഇബ്നു കസീർ. അതിൽ നിന്ന് തഫ്സീർ ഇബ്നു കസീറിൽ നിന്ന് ഒന്നുകൂടി ഷോർട്ട് ആക്കിയത് മിസ്ബാഹുൽ മുനീർ. ഇവിടെ ഞങ്ങൾ കന്നഡത്തിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. കന്നഡ ട്രാൻസ്ലേഷൻ ഒരു ചെറിയത് കാണാം. അത് മിസ്ബാഹുൽ മുനീറെ അമ്മ ജുസർ മാത്രം ഉള്ളത് ട്രാൻസ്ലേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഉലമാക്കന്മാർ വ്യക്തമായിട്ട് പഠിപ്പെട്ട തഫ്സീർ വിഷയം പഠിക്കുമ്പോഴേക്ക് ചുമ്മുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒട്ടിയാക്കിയിട്ട് എന്ത് കരിപ്പാട്ടിയെ അള്ളാഹുര ആയത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. ദൈത്തിക്കർ മനസ്സിലാക്കൂല്ലേ. എത്ര ഷോർട്ടാക്കി ദൈത്തിക്കർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വിശദീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ഖുർആന്റെ നല്ല രൂപത്തിൽ മനസ്സിലാക്കുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായിട്ടും എല്ലാ സന്ദർഭത്തിലും എല്ലാ നാളിലും അല്ലാഹു ഖുർആൻ ഒട്ടിക്ക് നല്ലൊരു ബന്ധം വെച്ച് ജീവിക്കുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ നാളെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിക കൂടുകൊള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.